നമസ്കാരം, ഞാൻ മധുജൻ, സൈക്കോളജിസ്റ്റാണ്. കരുണാസായി ഡി അഡിക്ഷൻ ആൻഡ് മെൻ്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോലി ചെയ്യുന്നു. വളരെ നമ്മൾ വളരെ സീരിയസ് ആയിട്ടൊക്കെ പല കാര്യങ്ങളെയും നമ്മൾ കാണും, അല്ലേ? കാണേണ്ട കാര്യങ്ങളെ, സീരിയസ് ആയിട്ട് കാണേണ്ട കാര്യങ്ങളെ നമ്മൾ കാണണം. ഈ സ്ട്രെസ് എന്ന് പറയുന്നത് നമ്മൾ വളരെ പ്രധാനമായിട്ട് കാണുന്ന ഒരു സംഗതിയാണ്. ചിലപ്പോൾ പറയാറുണ്ട്, ഈ പരീക്ഷയ്ക്ക് സ്ട്രെസ്സ് ആണ്, അതുകൊണ്ട് സ്ട്രെസ്സ് കുറയ്ക്കണമെന്നൊക്കെ പറഞ്ഞ് പാരൻസ് കുട്ടികളെയും കൊണ്ടൊക്കെ ഞങ്ങളെപ്പോലുള്ള ആളുകളുടെ അടുത്ത് വരാറുണ്ട്. ഞാൻ പറയുന്നത് കുട്ടികൾക്ക് സ്ട്രെസ് വേണമെന്നാണ്. കേൾക്കുമ്പോൾ പെട്ടെന്ന് നിങ്ങളുടെ നെറ്റി ചുളിയും, അല്ലേ? അയ്യോ, സ്ട്രെസ് വേണോ? പിന്നെ സ്ട്രെസ് വേണ്ടേ? അതെ, പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ സ്ട്രെസ്സിനെ നമ്മളിങ്ങനെ രണ്ടായിട്ട് തിരിക്കും. സ്ട്രെസ് എന്ന് പറയുന്നത് ഡിസ്ട്രെസ്സും ഉണ്ട്, യൂസ്ട്രെസ്സും ഉണ്ട്. ഡിസ്ട്രെസ് എന്ന് പറയുന്നത് നമ്മളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നതാണ്. നമ്മുടെ അറ്റൻഷനും കോൺസെൻട്രേഷനും ഒക്കെ കളയുന്ന ഒരു സാധനമാണ് ഈ ഡിസ്ട്രെസ് എന്ന് പറയുന്നത്. എന്നാൽ യൂസ്ട്രെസ് അങ്ങനെയല്ല. എനിക്ക് നാളെ പരീക്ഷയാണ്, ആ പരീക്ഷയ്ക്ക് പ്രിപ്പയർ ആകണം, അതിനുവേണ്ടി പഠിക്കണം, അതിനുവേണ്ടി അത് എനിക്ക് ഉൾക്കൊള്ളേണ്ടതുണ്ട്. ഈ ഉൾക്കൊള്ളലിനെയാണ് യൂസ്ട്രെസ് എന്ന് പറയുന്നത്. അത് വേണ്ടേ? നിങ്ങൾ തന്നെ ഒന്ന് ആലോചിക്കുക. അത് വേണ്ടേ? അത് പരീക്ഷയ്ക്ക് മാത്രമല്ല, അത് ജീവിതത്തിൻ്റെ ഏത് കാര്യത്തിനും യൂസ്ട്രെസ് വേണോ ഇല്ലയോ? അല്ലാതെ ഈ പഴയ ആളുകൾ പറയുന്ന ലാ എന്ന് പറഞ്ഞ് നടന്നാൽ ശരിയാകുമോ? അങ്ങനെ നടക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ എനിക്ക് നാളെ പരീക്ഷയാണ്, എനിക്ക് നാളെ ഇൻ്റർവ്യൂ ആണ്, എനിക്ക് നാളെ നെറ്റിൻ്റെ എക്സാം ആണ്, എനിക്ക് നാളെ എൻട്രൻസ് ആണ് എന്നൊരു ബോധം നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ വേണ്ടേ? ആ ബോധത്തെയാണ് യൂസ്ട്രെസ് എന്ന് പറയുന്നത്. ആ യൂസ്ട്രെസ് ജീവിതത്തിലുടനീളം വേണം. വേണ്ടാന്ന് നമുക്ക് ഒരിക്കലും വെക്കാൻ പറ്റില്ല. എന്നാലേ നമുക്ക് ഓരോരോ കാര്യങ്ങൾ നമുക്ക് നന്നായിട്ട് ചെയ്തു പോകാം. ഒരു പെട്ടിക്കട ഇടുന്ന ആളിന് ആ പെട്ടിക്കടയുടെ ഗ്രോത്ത് അല്ലെങ്കിൽ വളർച്ച അത് കൊണ്ടുവരണമെങ്കിൽ അത് രാവിലെ എനിക്ക് വരണം, അവിടെ കച്ചവടം നടത്തണം, അതിൻ്റെതായ രീതിയിൽ അവിടെ സാധന സാമഗ്രികൾ വേണം എന്ന് ഒരു യൂസ്ട്രെസ് അവിടെ തീർച്ചയായിട്ടും വേണം. പണ്ട് ഈ നാടകങ്ങൾക്ക് റിഹേഴ്സൽ ക്യാമ്പുകൾ നടത്തുമായിരുന്നു. അപ്പോൾ അധികം അവരെ ഈ കമ്പനിയാകാൻ, അതായത് കളിച്ച് ചിരിച്ച് നടക്കാൻ ഈ സംവിധായകർ അനുവദിക്കില്ല. നമുക്ക് ഈ വളരെ മെച്ചമായ സിനിമകളിലെ കഥാപാത്രങ്ങളിലേക്ക് വരാൻ വേണ്ടിയിട്ട് നടന്മാരെയും അങ്ങനെ അധികം കളിച്ച് ചിരിച്ച് നടക്കാൻ അതിൻ്റെ സംവിധായകർ അനുവദിക്കില്ല. അതെന്താണെന്നറിയുമോ? ഈ ചുമ്മാ കളിച്ച് ചിരിച്ച് സദാസമയം നടന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് പറഞ്ഞാൽ ആ യൂസ്ട്രെസ് നഷ്ടപ്പെട്ടു. അവർക്ക് ആ കഥാപാത്രത്തെ ആവാഹിക്കാൻ, അവരുടെ ഉള്ളിലേക്ക് എടുക്കാൻ കഴിയില്ല. ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും കഥാപാത്രങ്ങൾ തന്നെയാണ്. പരീക്ഷ എഴുതാൻ പോകുന്ന കുട്ടി പരീക്ഷ എഴുതുന്ന കുട്ടിയായ കഥാപാത്രമാണ്. അപ്പം ആ പരീക്ഷയെ ഉൾക്കൊള്ളണമെങ്കിൽ യൂസ്ട്രെസ് കൂടിയേ തീരൂ എന്നുള്ളതാണ്. യൂസ്ട്രെസ് ഉണ്ടെങ്കിൽ ഞാൻ ഒരു കാര്യം ഉറപ്പ് തരാം, അത് നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടാക്കും. ആത്മവിശ്വാസം എങ്ങനെ വർദ്ധിപ്പിക്കാമെന്ന് ക്ലാസ്സുകളൊന്നുമില്ല കേട്ടോ. അങ്ങനെയുള്ള ഒരുപാട് പുസ്തകങ്ങളൊക്കെ ഉണ്ട്, ജീവിത വിജയം, ആത്മവിശ്വാസം എങ്ങനെ വർദ്ധിപ്പിക്കാമെന്നുള്ളത്. എനിക്കങ്ങനെ 1/2 അല്ലെങ്കിൽ 1/1 ആയിട്ട് എനിക്ക് ടിപ്പുകളൊന്നും പറഞ്ഞു തരാൻ, ആത്മവിശ്വാസം എങ്ങനെ വർദ്ധിപ്പിക്കാമെന്ന് എൻ്റെ ക്ലാസ് കേട്ട് ആരുടെയും ആത്മവിശ്വാസം വർദ്ധിക്കാനെന്ന്. പക്ഷെ അവരവർക്ക് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളും, അത് ഏറ്റവും പ്രധാനമാണ്. നമ്മൾ ഏത് കാര്യത്തിലാണോ വ്യാപരിക്കുന്നത് അതിനോട് നമുക്ക് അതിൻ്റെതായൊരു ഗൗരവമുണ്ടാവണം എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. അതിനെയാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന യൂസ്ട്രെസ്. അത് തീർച്ചയായിട്ടും എന്തുണ്ടാക്കും? ആത്മവിശ്വാസം നമ്മളിൽ ഉണ്ടാക്കും എന്നുള്ളതാണ്. പിന്നെ ഒരു പെട്ടിക്കട നടത്തുന്ന ആളിന് ആ പെട്ടിക്കടയെക്കുറിച്ചുള്ള നമ്മൾ ഈ പറയും കണ്ടന്റ് ഉണ്ടാവണം എന്ന് പറയും, അല്ലേ? കണ്ടന്റ് അത് എഴുത്തിൽ മാത്രമല്ല കേട്ടോ. കണ്ടന്റ് ഉണ്ടാവും, ഏത് കാര്യത്തിലും അതിൻ്റെതായ ഒരു കണ്ടന്റ് ഉണ്ടാവണം. അതൊരു ചുരുക്കത്തിൽ പറഞ്ഞാൽ ഈ ഉള്ളിൽ മരുന്നുള്ള ഒരാളെ ഒരു കാര്യത്തിന് ഇറങ്ങാവൂ എന്ന് പറയുന്നത് പോലെയുണ്ട്. അപ്പോൾ ഒരു പെട്ടിക്കട നടത്തുന്ന ആളിന് അതിൻ്റെതായ ഒരു കണ്ടന്റ്, ഹോട്ടൽ നടത്തുന്ന ആളിന് അവിടെയുള്ള ആളുകളൊക്കെ ഒരു ദിവസം വരാതിരുന്നാലും അയാൾക്ക് ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ കഴിയുന്ന ഒരു കണ്ടന്റ് അയാൾക്കുണ്ടെങ്കിൽ അയാൾക്ക് ആത്മവിശ്വാസം ഉണ്ടാവും, ഒരു സംശയമില്ല. ഇതിനെയാണ് നമ്മൾ മൊത്തത്തിൽ ഇന്ന് കണ്ടന്റ് ഉണ്ടാവുക എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരു ക്ലാസ്സിൽ ഒരു ടീച്ചർ വന്ന് പഠിപ്പിക്കുന്നു, അവർക്ക് പഠിപ്പിച്ച് നല്ല ആത്മവിശ്വാസം ഉണ്ടാവണമെങ്കിൽ അവരുടെ ഉള്ളിൽ കണ്ടന്റ് ഉണ്ടായാൽ മതി. ഒരു പ്രഭാഷകൻ പെട്ടെന്ന് കയറി വരുന്നു, അയാൾ നോട്ടീസ് എടുത്ത് നോക്കുന്നു, അയ്യോ ഇത് ഈ വിഷയമാണ് എനിക്ക് ഇന്ന് സംസാരിക്കേണ്ടത് എന്ന് അയാൾ പതറിപ്പോകേണ്ട ഒരു കാര്യം. അയാളിൽ കണ്ടന്റ് ഉണ്ടെങ്കിൽ അയാൾ മൈക്കിൻ്റെ മുമ്പിൽ ഒന്ന് വന്ന് അയാൾക്ക് വളരെ കാര്യമായിട്ട് സംസാരിക്കാൻ കഴിയും. അത് നോക്കൂ, ഏതൊരു കാര്യത്തിനും, ഏത് ജോലിയിലായാലും ഏത് കർമ്മത്തിൻ്റെ കാര്യത്തിലായാലും ശരി തന്നെ, ഉള്ളിൽ കണ്ടന്റ് ഉണ്ടെങ്കിൽ ആത്മവിശ്വാസം ഉണ്ടാവും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അപ്പം നമ്മുടെ 2 പോയിന്റാണ് പറഞ്ഞത്. യൂസ്ട്രെസ് ഉണ്ടാവുക, കണ്ടന്റ് ഉണ്ടാവുക എന്ന് പറയുന്ന 2 കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത്? ഏറ്റവും പ്രധാനമായിട്ട് ആത്മവിശ്വാസം ഉണ്ടാകാൻ പ്രേരിപ്പിക്കുന്ന അല്ലെങ്കിൽ ആത്മവിശ്വാസം ഉണ്ടാക്കുന്ന ഘടകങ്ങൾ എന്ന് പറയുന്നത്. ഇനി ചില കാര്യങ്ങളെ നമ്മൾ കളയണം. ഈ ചില കാര്യങ്ങൾ നമ്മൾ കളയാതെ നമുക്ക് ആത്മവിശ്വാസമൊന്നും ഉണ്ടാവില്ല. അതിൽ ഈ ലോകത്തിൽ ഏറ്റവും, അത് പറഞ്ഞപ്പോഴാണ് ഞാനൊരു കാര്യം ഓർക്കുന്നത്, ലോകത്തിൽ ഏറ്റവും പ്രയാസമുള്ള കാര്യം എന്താണെന്നറിയാമോ? കളയാനാണ്.
കളയാൻ വലിയ പാടാണ്. ഇന്ന് മിനിമലിസം എന്ന് പറയുന്ന, നമുക്ക് മിനിമലിസം വേണമെങ്കിൽ വേറൊരു എപ്പിസോഡായിട്ട് ഞാൻ കൂടുതൽ നിങ്ങളോട് സംസാരിക്കാം. പക്ഷെ എന്നാൽ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ മിനിമലിസം എന്ന് പറഞ്ഞാൽ കളയേണ്ടതെല്ലാം കളയുക. ഡീക്ലട്ടറിങ് എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം, അല്ലെങ്കിൽ ആ വാക്ക്. കളയേണ്ടതൊക്കെ കളയണം. ആവശ്യമില്ലാത്ത ചിന്തകൾ കൊണ്ട് നടക്കുക, ആവശ്യമില്ലാത്ത വികാരങ്ങൾ കൊണ്ട് നടക്കുക. എന്തിന്? നമ്മൾ 10ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതിയ സമയത്ത് എന്തെങ്കിലും നമുക്ക് പറഞ്ഞു തരാത്ത ഒരുവനോട് പിണങ്ങി. ഇപ്പോഴും പിണങ്ങി നടക്കുന്ന ആൾക്കാരുണ്ട്. മകളുടെ കല്യാണം വിളിക്കാത്തതിന് 6 വർഷം കഴിഞ്ഞ് പിന്നെ ആ വീട്ടുകാരോട് മിണ്ടാതെ നടക്കുന്ന ആൾക്കാരെയൊക്കെ എനിക്കറിയാം. എന്താണെന്ന് ആലോചിച്ച് നോക്ക്. അന്നത്തെ കാര്യം ഇപ്പോഴും കൊണ്ട് നടക്കുകയാണ്. ഒന്നും കളയാൻ വയ്യ. കളയണം. ഇന്നിൽ ജീവിക്കണമെങ്കിൽ പലതും നമ്മൾ ഇന്നലത്തേത് കളഞ്ഞേ പറ്റൂ. ഇന്നലകളെ മറക്കാനല്ല ഞാൻ പറയുന്നത്, ഇന്നലകളിലുള്ള എല്ലാം വലിച്ചെറിയാൽ. നിങ്ങളുടെ ചിന്തകളിൽ മലീമസമായി കെട്ടിക്കിടക്കുന്ന, നിങ്ങളുടെ വികാരങ്ങളെ മാലിന്യപ്പെടുത്തുന്ന പലതിനെയും എടുത്ത് കളയുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അവ ഇങ്ങനെ നിങ്ങളെ ഹോണ്ട് ചെയ്തുകൊണ്ടിരുന്നാൽ നിങ്ങൾക്കൊരു കാരണവശാലും കൃത്യമായൊരു ആത്മവിശ്വാസം കിട്ടില്ല. അപ്പൊ കളയുക, അത് വികാരങ്ങളിലും ചിന്തകളെയും മലിനമാക്കുന്ന ഘടകങ്ങളെ കളയുക എന്നുള്ളതാണ്. പിന്നെ രണ്ടാമത് കളയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഭയം. അത് കളയേണ്ടതായൊരു ഘടകമാണ്. ചുമ്മാ തലച്ചോറിലെ ഡിഫോൾട്ട് മോഡ് നെറ്റ്വർക്ക് എന്നൊക്കെ പറയുന്ന ഒരു ഏരിയ ഉണ്ട്. അവിടെയാണ് ഈ വിശ്വാസവും ഭയവും ഒക്കെ കിടക്കുന്നത്. യക്ഷി, ഭൂതം, പ്രേതം, പിശാച് തുടങ്ങിയ ഭയം എല്ലാം അവിടെ തന്നെയാണ്. ആ ഭയം മാത്രമൊന്നും അല്ല കേട്ടോ. മനുഷ്യന് പലതിനെയും ഭയമാണ്. എന്തിന്? പുതിയ ഒരു കാര്യത്തെപ്പോലും മനുഷ്യന് ഭയമാണ്. ഇന്നലെ വരെ ഞാൻ എങ്ങനെയൊക്കെയാണോ ഉണ്ടായിരുന്നത്, ആ കംഫർട്ടായിട്ടുള്ള സോണിൽ നിന്ന് പുതിയൊരു കാര്യത്തിലേക്ക് വന്നാൽ അതുവരെ ഭയമുള്ള ആളുകളുണ്ട്. പ്രൊമോഷനെ ഭയക്കുന്ന ആളുകളുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? കാത്തിരിക്കുന്ന സംഗതിയാണ് പ്രൊമോഷൻ. ശമ്പളം കൂടും, ബഹുമാന സ്നേഹാദികളെല്ലാം കൂടും, അതുകൊണ്ട് പ്രൊമോഷൻ. പക്ഷെ ഈ പ്രൊമോഷനെ ഭയക്കുന്ന ആളുകളുണ്ട്. അതിൻ്റെ കാരണമെന്ന് പറയുന്നത് അവർ ആ ഒരു സീറ്റിൽ നിന്ന് മറ്റൊരു സീറ്റിലേക്ക് വരുമ്പോൾ ആ ഒരു പുതിയ കാര്യത്തെ അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത ഭയം അവർക്കുണ്ടാവുന്നു. സോ എന്തിന് ഭയം? ഭയത്തിൻ്റെ കാര്യമേ ഇല്ല. അപ്പോൾ നമ്മൾ 4 പോയിന്റാണ് പറഞ്ഞത്. 2 കാര്യങ്ങൾ ഉണ്ടാവണം, 2 കാര്യങ്ങൾ കളയണം എന്ന് പറഞ്ഞു. ഈ 2 കാര്യങ്ങൾ ഉണ്ടാവുകയും യൂസ്ട്രസ് ഉണ്ടാവുകയും കണ്ടന്റ് ഉണ്ടാവുകയും ചെയ്യുകയും ഭയമില്ലാതിരിക്കുകയും ചിന്തകളും വികാരങ്ങളും ഇങ്ങനെ മലീമസപ്പെടുത്തുന്ന തരത്തിൽ സൂക്ഷിച്ചു വയ്ക്കാതിരിക്കുകയും ചെയ്താൽ ആത്മവിശ്വാസമൊക്കെ തനിയെ ഉണ്ടാവും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അല്ലാതെ നിങ്ങൾക്കൊരു പൈസ മുടക്കി ഒരു കോളേജിൽ ചെന്ന് അല്ലെങ്കിൽ ഒരു കോഴ്സിന് ചേർന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന, അതൊക്കെ പണ്ടാണ്. സർട്ടിഫിക്കറ്റ്, ആത്മവിശ്വാസം എങ്ങനെ വർദ്ധിപ്പിക്കാം വരൂ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇന്ന് അങ്ങനെയൊന്നും ഇല്ല. അത് ഈ ഹിപ്നോട്ടിസം പഠിപ്പിച്ചു തരാമെന്നൊക്കെ പറയുന്നത് പോലെ വ്യാജപരമായ കാര്യങ്ങളാണ്. അവനവനുള്ള ആത്മവിശ്വാസം, ആ വാക്കിൻ്റെ അർത്ഥം തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ആത്മവിശ്വാസമാണ്. അത് വേറൊരാൾ എങ്ങനെ ഉണ്ടാക്കി തരും എന്നുള്ളതാണ്. നമ്മളിൽ തന്നെയുണ്ട് ഈ കാര്യങ്ങളെല്ലാം. ശരിയായ കണ്ടന്റ് ഉണ്ടെങ്കിൽ, ശരിക്കും ഒരു കാര്യത്തെ ഉൾക്കൊള്ളാൻ ആവശ്യമായ യൂസ്ട്രസ് ഉണ്ടെങ്കിൽ എന്തിനു ഭയക്കണം? നമ്മൾ തീർച്ചയായിട്ടും കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോവുക തന്നെ ചെയ്യും. പതറില്ല, ഇടറില്ല. ചുവടുകൾ വെച്ച് മുന്നോട്ട് 1000 മൈൽ നടന്നാലും ആദ്യം ഒരു ചുവട് വെച്ചേ പറ്റൂ എന്ന് മറന്നു പോകരുത്. ആ ചുവട് പതറാതെ ഇടറാതെ മുന്നോട്ട് പോകാൻ ഇത്രയും കാര്യങ്ങളൊക്കെ ധാരാളമാണെന്ന് ഒരു സംശയവുമില്ല. ഇവിടെ ഇരുന്ന് ഈ പറയുമ്പോഴത്തേക്കും ചിലപ്പോൾ പഴയൊരു വാക്കുണ്ട് കേട്ടോ, ഗീർവാണം എന്നൊക്കെ നമ്മൾ പറയും. ഇതൊക്കെ നിങ്ങൾക്ക് പറയാൻ എളുപ്പമാണ്. ഒരു ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന ഒരാളാണ് ഞാൻ. ഇന്നും ആ ഗ്രാമത്തിൽ ജീവിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഒരു സാധാരണ മനുഷ്യൻ എന്ന രീതിയിൽ ഒരു സൈക്കോ പാർക്ക് റൺ ചെയ്ത് കൊണ്ടുപോവുക, ഒരു ഹോസ്പിറ്റൽ റൺ ചെയ്ത് കൊണ്ടുപോവുക, അത് ആത്മവിശ്വാസം കൊണ്ട് മാത്രമാണ്. അല്ലാതെ മുടക്കുമുതലുകൾ ചെയ്തിട്ടല്ല. കോടികൾ കയ്യിലിരുന്നിട്ട് കാര്യമില്ല. കോടികൾ ഇല്ലാതിരിക്കുമ്പോഴും ആത്മവിശ്വാസത്തോടുകൂടി തൻ്റെ ഇടമുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് അത്ഭുതങ്ങൾ ഇവിടെ ഉണ്ടാക്കാം എന്നുള്ളതിന് ചരിത്രം സാക്ഷിയാണ്. ശാസ്ത്രം സാക്ഷി എന്ന വാക്ക് പറയാൻ പാടില്ല. എങ്കിലും ഇവിടെ ഉണ്ടായ എല്ലാ കാര്യങ്ങളും ആത്മവിശ്വാസം കൊണ്ട് ഉണ്ടാക്കിയതാണ്. സ്പേസിൽ പോയതും ചൊവ്വയിൽ പോയതും എല്ലാം ആത്മവിശ്വാസത്തിൻ്റെ ഭാഗമാണ്. അതൊക്കെ പതറിയും ഇടറിയും ഭയന്നും നിന്നിരുന്നെങ്കിൽ ഈ ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിൽ ഇത്രയും വലിയ കുതിപ്പുകളൊന്നും ഉണ്ടാവില്ല എന്നും മറന്നു പോകരുത്. അവനവനിൽ തന്നെയാണ് അവനവൻ്റെ ശക്തി ഉണ്ടായിരിക്കുന്നത്. ബാലേന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ
ഒരു കവിത പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. ഒരു ദൈവപുത്രനും വരികില്ല നിന്നെ തുണയ്ക്കുവാൻ കാത്തിരിക്കേണ്ട, നിന്റെ മുക്തിക്ക് നിൻ നീതിബോധം തന്നെ ശരണം എന്ന് പറയുന്നൊരു കവിതയുണ്ട്. ഒരു കൂലിപ്പണിക്കാരൻ്റെ ചിരി എന്ന കവിതയിലാണ് ബാലേന്ദ്രൻ ചുള്ളിക്കാട് ഇത് പറയുന്നത്. ഒരിക്കൽ കൂടെ പറയാം. ഒരു ദൈവപുത്രനും വരികില്ല നിന്നെ തുണയ്ക്കുവാൻ കാത്തിരിക്കേണ്ട, നിന്റെ മുക്തിക്ക് നിൻ നീതിബോധം തന്നെ ശരണം.